സ്വാഗതം. 9 മണി വാർത്ത ആരംഭിക്കുകയാണ്. ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും നമ്മുടെ സംസ്ഥാനത്തുമടക്കം നിരവധി വാർത്തകളുടെ തുടർച്ച ഇന്ന് പ്രതീക്ഷിക്കുന്ന ദിവസമാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകൾ രാഷ്ട്രീയപരമായും അല്ലാതെയും ഏറെ പ്രസക്തമാണ്. നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം തലക്കെട്ട്. രാജ്യത്ത് ഇന്ധന വില വർധനവിന് നീക്കം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് സൂചന. കനത്ത സാമ്പത്തിക നഷ്ടത്തിലെന്ന് ഓയിൽ കമ്പനികൾ. വില വർധനവ് തീരുമാനം ജനവികാരം എതിരാക്കുമോ എന്ന ആശങ്കയിൽ കേന്ദ്രം. ഇന്ധനത്തിന്റെ ഉപയോഗം കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രി. ആരാകും മുഖ്യമന്ത്രി എന്നതിൽ തീരുമാനം വൈകുമോ? പോരടങ്ങിയ ശേഷം പ്രഖ്യാപനം മതിയെന്ന് ഹൈക്കമാൻഡിൽ ധാരണ. AICC ചർച്ചയ്ക്ക് മുമ്പ് രാഹുൽ KC കൂടിക്കാഴ്ച നടന്നെന്ന വിവാദത്തെക്കുറിച്ച് അറിയില്ലെന്ന് രമേശ് ചെന്നിത്തല. ഹൈക്കമാൻഡ് പറയുന്നത് എന്തും അംഗീകരിക്കും. പ്രതിപക്ഷ നേതാവ് ആരെന്നതിലും ഇന്ന് തീരുമാനം വന്നേക്കും. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനെതിരെ ഫ്ലെക്സ് ബോർഡുകൾ. വ്യക്തിയല്ല പാർട്ടിയാണ് വേണ്ടതെന്ന് ഫ്ലെക്സ് ബോർഡിൽ പരാമർശം. DYFI തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം ശ്യാം കൊളത്തൂരിന്റെ ചിത്രവും ഫ്ലെക്സിൽ. തമിഴ്നാട്ടിൽ വിജയ് ഉദയനിധി അംഗത്തിന് കളമൊരുങ്ങുന്നു. സത്യപ്രതിജ്ഞ ചടങ്ങിനിടെ തമിഴ് തായ് വായ്പാട്ടിന് മുമ്പ് വന്ദേമാതരം ആലപിച്ചതിൽ രാഷ്ട്രീയ വിവാദം. പ്രോട്ടോകോൾ ലംഘിച്ചുവെന്നാരോപിച്ച് DMKയും ഇടതുപക്ഷവും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. നിയുക്ത MLA-മാരുടെ സത്യപ്രതിജ്ഞ ഇന്ന് രാവിലെ. ആശങ്ക ഒഴിയാതെ പശ്ചിമേഷ്യ. സമാധാന ശ്രമങ്ങൾ ഫലം കണ്ടില്ല. UAE-യിലും ഖത്തറിലും ഡ്രോൺ ആക്രമണം. സൈനിക നടപടികൾ അവസാനിപ്പിച്ചിട്ടില്ലെന്ന് ഇസ്രയേൽ. ശക്തമായ തിരിച്ചടി നൽകുമെന്ന് IRGC. സംഘർഷങ്ങൾക്കിടെ ട്രംപ് ചൈനയിലേക്ക്. ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. SIR നടപ്പിലാക്കിയത് കൊണ്ടാണ് കേരളത്തിൽ കോൺഗ്രസിന് മികച്ച വിജയമുണ്ടായതെന്ന് ശശി തരൂർ. വോട്ടർ പട്ടിക പരിഷ്കരിച്ചത് CPM-ന് തിരിച്ചടിച്ചു. ബംഗാളിൽ മമതാ ബാനർജിയുടെ തോൽവിക്ക് ഇടവച്ചതും SIR ആണെന്ന് തരൂർ. ഭരണമാറ്റത്തിന് പിന്നാലെ ബംഗാളിൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് BJP സർക്കാർ. പശുക്കടത്ത് തടയുന്നതിൽ കർശന നിർദ്ദേശങ്ങൾ പുറത്തിറക്കും. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി പ്രത്യേക യോഗം ചേരും. തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസിൽ ഭിന്നത. മമതയ്ക്കും അനന്തരവൻ അഭിഷേക് ബാനർജിക്കുമെതിരെ പടയൊരുക്കം. അമ്പരന്ന് മമത ക്യാമ്പ്. അസമിൽ നാളെ സത്യപ്രതിജ്ഞ. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ ആ കേളുകുട്ടും അപ്പോഴത്തെ കാഴ്ചകൾക്കും ഒന്നടങ്ങിയിരിക്കുകയാണ്. ഇനി ചില സുപ്രധാനമായ തീരുമാനങ്ങൾ കേന്ദ്രം സ്വീകരിക്കുമോ എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. മറ്റൊന്നുമല്ല, ഇന്ധന വില വർധനവ് തീരുമാനം ഉണ്ടാകുമോ എന്നതാണ്. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഹൈദരാബാദ് സന്ദർശനത്തിനിടെ നടത്തിയ ചില പരാമർശങ്ങൾ ചില സൂചനകൾ നൽകുന്നതുമുണ്ട്. രാജ്യത്ത് നമ്മൾ പൊതുവിൽ ഇന്ധനത്തിൻ്റെ ഉപയോഗം വളരെ ജാഗ്രതയോടെ ഉപയോഗിക്കണം. പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ സംഘർഷം അസാധാരണമായ ഘട്ടങ്ങളിലൂടെയാണ് രാജ്യത്തെ കൊണ്ടുപോകുന്നത്. ഈ ഘട്ടത്തിൽ ആ സാഹചര്യങ്ങൾ ഉപയോഗിക്കണം. അദ്ദേഹം ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും രണ്ടുമല്ല, പല കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്വർണം വാങ്ങുന്നത് തൽക്കാലത്തേക്ക് മാറ്റിവെക്കണം. ഇന്ധനത്തിൻ്റെ ഉപയോഗം പൊതുവിൽ കുറയ്ക്കണം. യാത്രകൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കണം. വർക്ക് അറ്റ് ഹോം സംവിധാനങ്ങൾ തിരികെ കൊണ്ടുവരണം. ഇങ്ങനെ രാജ്യമൊരു സന്നിഗ്ധ ഘട്ടത്തിൽ നേരിടേണ്ട സാഹചര്യങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി ഇന്നലെ ഓർമ്മപ്പെടുത്തുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷമാണ് പ്രധാനമായും ഇതിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇവിടെ ഉയരുന്ന ഒരു ആശങ്ക ഇതാണ്: രാജ്യത്ത് വീണ്ടും ഇന്ധനത്തിൻ്റെ വില വർദ്ധിക്കുമോ? ദേശീയ മാധ്യമങ്ങളടക്കം ഇന്ധന വില വർധനവ് തീരുമാനത്തിലേക്ക് കടക്കുന്നുവെന്ന സൂചനയാണ് നൽകുന്നത്. 2 കാരണങ്ങളാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന്, ഇപ്പോഴുണ്ടായിരിക്കുന്ന പശ്ചിമേഷ്യൻ സംഘർഷം, അതുണ്ടാക്കുന്ന പ്രതിസന്ധി. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ബാരലിന് $100 കടന്നു കഴിഞ്ഞു. 1 ലക്ഷത്തിൽ പരം കോടിയുടെ നഷ്ടമാണ് രാജ്യത്തെ പെട്രോളിയം കമ്പനികൾ നേരിടുന്നത് എന്നതാണ് അവരുടെ വാദം. ഇന്ധനവില വർദ്ധിപ്പിക്കണമെന്ന് നേരത്തെ തന്നെ സമ്മർദ്ദമുണ്ടായിരുന്നെങ്കിലും 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ ആ തീരുമാനം തൽക്കാലം മരവിപ്പിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. തെരഞ്ഞെടുപ്പുകൾ സ്വാഭാവികമായി പൂർത്തിയായി. ഈ പശ്ചാത്തലത്തിൽ വില വർധനവ് തീരുമാനം ഇനി ഉടനെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
ഇന്നലെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ആ വിലവർദ്ധനവിൻ്റെ സൂചന കൂടി നൽകുന്നുമുണ്ട്. എന്താണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ എന്ന് ആദ്യം ഒന്ന് കേൾക്കാം. पेट्रोल डीजल का संयम से इस्तेमाल करना। साथियों, हमें पेट्रोल डीजल का उपयोग कम करना होगा। शहरों में जहां मेट्रो है वहां हम तय करें कि हम मेट्रो का ही उपयोग करेंगे, ज्यादा से ज्यादा मेट्रो में ही जाएंगे। अगर कार में ही जाना जरूरी है तो फिर कार पूल करने का प्रयास करें और भी लोगों को साथ बिठा ले। अगर हमें कहीं सामान भेजना हो तो कोशिश करनी है कि वह ज्यादा से ज्यादा रेलवे गुड्स के जो ट्रेन होती है रेलवे की सर्विसेज से भेजें, ताकि इलेक्ट्रिक रेलवे होने के कारण पेट्रोल डीजल की जरूरत नहीं पड़ती है. വി ആർ കാർത്തിക് ചേരുന്നുണ്ട്. കാർത്തിക്, രാജ്യം ഒരു അടിയന്തരഘട്ടം നേരിടണം എന്ന തരത്തിലുള്ള ചില സൂചനകളൊക്കെയാണ് അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഇത്തരമൊരു പരാമർശം നടത്തിയിരിക്കുന്നത്? എന്താണ് രാജ്യത്തെ ഈ സാഹചര്യം? ഇന്ധന വില വർധനവ് തീരുമാനം നമുക്ക് പ്രതീക്ഷിക്കണം? തീരുമാനം വൈകാതെ എടുക്കേണ്ടി വരും. ആ സാഹചര്യത്തിലേക്കാണ് രാജ്യം പോകുന്നത്. ഇത് പശ്ചിമേഷ്യൻ സംഘർഷം സൃഷ്ടിച്ച ഊർജ്ജ പ്രതിസന്ധി അത് വരും നാളുകളിൽ രാജ്യത്തെ കൂടുതൽ രൂക്ഷമായി ബാധിക്കും. ആ സൂചന തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. പ്രധാനമായും 10 ആഴ്ച പിന്നിടുമ്പോൾ യുദ്ധം അവസാനിക്കുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ നിലവിൽ ഇല്ല. അനിശ്ചിതമായി ഇത് നീളുകയും ചെയ്യുന്നു. രാജ്യത്തെ ഇന്ധന ഇറക്കുമതിയിൽ ഏറെ ആശ്രയിക്കുന്നത് പശ്ചിമേഷ്യയാണ്. ആ പശ്ചിമേഷ്യയിൽ നിന്നുള്ള 40% ഇറക്കുമതിയെ ഈ യുദ്ധം ബാധിച്ചു. അതുതന്നെയാണ് നിലവിൽ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും. കഴിഞ്ഞ 8 ആഴ്ചക്കാലം ഈ പ്രതിസന്ധിയെ പല രൂപത്തിലാണ് ഇന്ത്യ നേരിട്ടത്. അതായത് പെട്രോളിയം കമ്പനികൾ പല ഘട്ടങ്ങളിലായി ഈ പെട്രോൾ ഡീസൽ വില ഉയർത്തണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. പക്ഷേ കേന്ദ്ര സർക്കാർ അതിന് തയ്യാറായില്ല. പെട്രോൾ ഡീസൽ വില ഉയർത്താനായി ഈ എണ്ണ കമ്പനികൾ ചൂണ്ടിക്കാട്ടുന്ന കാരണങ്ങൾ പ്രതിദിനം 1600 മുതൽ 1700 കോടി വരെ നഷ്ടത്തിലാണ് ഇപ്പോൾ കച്ചവടം നടത്തുന്നത്. അതായത് ഒരു മാസം ഏതാണ്ട് 30,000 കോടി രൂപ. പെട്രോൾ ഡീസൽ വിലവർധനയുമായി ബന്ധപ്പെട്ട് എണ്ണ കമ്പനികൾ നൽകുന്ന കണക്കനുസരിച്ച് കേവലം 10 ദിവസം കൊണ്ട് ഏതാണ്ട് വലിയ തോതിലുള്ള നഷ്ടം അവർക്ക് വന്നിരിക്കുന്നു. കഴിഞ്ഞ 10 ആഴ്ചത്തെ കണക്കെടുക്കുമ്പോൾ ഏതാണ്ട് 1 ലക്ഷം കോടിയുടെ നഷ്ടം എന്നാണ് പെട്രോളിയം കമ്പനികൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് ഒരു ഘട്ടത്തിൽ ചില ഇടപെടലിലൂടെ കേന്ദ്ര സർക്കാർ ഒരു പരിധിവരെ പെട്രോളിയം കമ്പനികളുടെ ഈ നഷ്ടം നികത്താൻ ശ്രമിച്ചു. അതിൽ ആദ്യഘട്ടമായി ഇടപെട്ടത് ഡീസലിന് 10 രൂപ ഉണ്ടായിരുന്ന സ്പെഷ്യൽ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി അത് 0 അതോടൊപ്പം തന്നെ പെട്രോൾ ലിറ്ററിന് 13 രൂപ ആയിരുന്ന സ്പെഷ്യൽ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി അത് 13 നിന്ന് 3 രൂപയാക്കി. ഇങ്ങനെ പല രീതിയിലുള്ള ഇടപെടലുകളിലൂടെ പെട്രോൾ ഡീസൽ വില വർധന നിയന്ത്രിക്കാൻ സർക്കാർ ശ്രമിച്ചു. പക്ഷേ അപ്പോഴും അതിലൂടെ സർക്കാരിന് ലഭിച്ചിരുന്ന വരുമാനത്തിൽ പ്രതിമാസം 14,000 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ പലതരത്തിൽ ഊർജ്ജ പ്രതിസന്ധി ബാധിക്കുന്നു. അത് ഖജനാവിന് വലിയ തോതിൽ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ആ ഘട്ടത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകൾ കൂടി നമുക്ക് ചേർത്ത് വായിക്കേണ്ടത്. പ്രധാനമായും ഇന്ധന ലഭ്യത കുറഞ്ഞ സാഹചര്യത്തിൽ നിലവിൽ ഇന്ധന ഉപയോഗം രാജ്യത്ത് കുറയ്ക്കുക എന്നത് മാത്രമാണ് പ്രായോഗികമായ ഒരു മാർഗം. അതിനാണ് പ്രധാനമന്ത്രി ഇത്തരം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനം പെട്രോൾ, ഡീസൽ, ഗ്യാസ് എന്നിവ നിയന്ത്രണത്തോടെ ഉപയോഗിക്കണം എന്ന് തന്നെയാണ്. അതിൽ പരമാവധി പൊതുഗതാഗതത്തെ ആശ്രയിക്കുക, വർക്ക് ഫ്രം ഹോം പ്രോത്സാഹിപ്പിക്കുക, കാർ പൂളിംഗ് നടത്തുക, അതായത് ഷെയർ ചെയ്ത് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന രീതി അത് പ്രോത്സാഹിപ്പിക്കുക. ഇത്തരത്തിലാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ. ഈ നിർദ്ദേശങ്ങൾ വിവിധ മന്ത്രാലയങ്ങൾ ഇനി വിശദമായി ചർച്ച ചെയ്യും. പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലടക്കം ഈ നിർദ്ദേശങ്ങളിൽ ചിലതെങ്കിലും ഉടനടി നടപ്പാക്കാനുള്ള സാധ്യതയെ സംബന്ധിച്ച റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കാരണം പ്രതിദിനം നമ്മൾ ഫെബ്രുവരിയിലെ കണക്ക് പരിശോധിച്ചാൽ ഫെബ്രുവരിയിൽ പ്രതിദിനം 52 ലക്ഷം
ബാരൽ എണ്ണ വാങ്ങിയിരുന്ന സ്ഥാനത്ത് ഏപ്രിലാകട്ടെ 44 ലക്ഷത്തിലേക്ക് ഇത് ഇടിഞ്ഞു. അപ്പോൾ ഈ വ്യത്യാസം സൃഷ്ടിക്കുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധി നേരിടേണ്ട ഒരു സാഹചര്യവും ഇപ്പോൾ ഉണ്ട്. 10 ആഴ്ച പിന്നിടുന്നു ഈ യുദ്ധം. ഈ 10 ആഴ്ച പലതരത്തിലുള്ള ഇടപെടലുകളിലൂടെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. പക്ഷേ ഇനി ഏറെ നാൾ അത് മുന്നോട്ട് പോകാനാകില്ല. പ്രത്യേകിച്ച് സജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് സർക്കാർ വിലവർധന നീട്ടിവെച്ചത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ പുതിയ സർക്കാരുകൾ അധികാരമേറ്റെടുത്തിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ എക്സൈസ് നികുതിയിലടക്കം കേന്ദ്ര സർക്കാരിന് വലിയ തോതിലുള്ള നഷ്ടം, അതായത് പ്രതിമാസം 14,000 കോടി രൂപയുടെ നഷ്ടം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് അധികം മുന്നോട്ട് കൊണ്ടുപോകുന്നത് രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് ഗുണകരമാകില്ല. ആ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു നിർദ്ദേശങ്ങൾ. ഈ നിർദ്ദേശങ്ങൾ ആയിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചത് എങ്കിൽ കൂടിയും കോവിഡ് സൃഷ്ടിച്ച സാഹചര്യത്തോടാണ് പ്രധാനമന്ത്രി ഇപ്പോഴത്തെ ഈ ഊർജ്ജ പ്രതിസന്ധിയെ ഉപമിക്കുന്നത്. അതായത് ഒരു പരിധിവരെ ഇത് നടപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾ വരും ദിവസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കണം. അതിൽ ഏറ്റവും പ്രധാനം വിവിധ മന്ത്രാലയങ്ങൾ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ സജീവമായി ചർച്ച ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. അത് സർക്കാർ തലത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ പ്രായോഗികമായി നടപ്പാക്കി തുടങ്ങിയേക്കാം. അങ്ങനെയെങ്കിൽ സ്വകാര്യ കമ്പനികൾ കൂടി ഈ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തും. എന്തായാലും നിലവിൽ ഇന്ധന ലഭ്യത കുറഞ്ഞ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപയോഗം കുറയ്ക്കേണ്ട സാഹചര്യമുണ്ട്. ആ ഉപയോഗം കുറയ്ക്കാൻ പരമാവധി സ്വകാര്യ വാഹനങ്ങൾ നമ്മളുടെ ഉപയോഗം കുറയ്ക്കണം. അത് ഉപയോഗം കുറയ്ക്കാൻ പൊതുഗതാഗതത്തെ തന്നെ ആശ്രയിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് സ്വർണം വാങ്ങുന്നത് നീട്ടിവെക്കണം എന്നാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച മറ്റൊരു നിർദ്ദേശം. ഈ നിർദ്ദേശം ഇന്ത്യയുടെ വിദേശ നാണ്യ അത് സമ്പദ്ഘടനയെ എങ്ങനെ ബാധിക്കും, വലിയ തോതിൽ പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് സ്വർണ്ണവില ഇപ്പോൾ സ്വർണം വാങ്ങുന്നത് നീട്ടിവെക്കണം എന്നൊരു നിർദ്ദേശം പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും LPGയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിലടക്കം വർദ്ധിപ്പിച്ചുകൊണ്ട് പലതരത്തിലുള്ള ഇടപെടലുകൾ സർക്കാർ നേരത്തെ നടത്തി. 36,000 ടണ്ണിൽ നിന്ന് അത് 54,000 ടണ്ണാക്കി ഉയർത്തി. പക്ഷേ അപ്പോഴും പ്രതിസന്ധി അയഞ്ഞില്ല. നിലവിൽ പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് അടക്കമുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് നിയന്ത്രണം ബാധകമല്ലാത്തത്. വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിക്കേണ്ടി വന്നു. മാത്രമല്ല സ്വകാര്യ സിലിണ്ടർ, അതായത് ഗാർഹിക സിലിണ്ടറുകളുടെ വില വർധനവ് പെട്രോളിയം കമ്പനികൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. നിലവിൽ ഈ ഊർജ്ജ പ്രതിസന്ധി നേരിടാൻ ചില നിർദ്ദേശങ്ങൾ, പ്രധാനമന്ത്രി മുന്നോട്ട് വച്ച ചില നിർദ്ദേശങ്ങൾ അത് അടിയന്തരമായി നടപ്പാക്കേണ്ട സാഹചര്യം രാജ്യത്തുണ്ട് എന്നതാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇതനുസരിച്ചുള്ള നടപടികൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. അതിൽ ഏറ്റവും പ്രധാനം പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില അത് വരും ദിവസങ്ങളിൽ ഉയർത്താനുള്ള എല്ലാ അനുകൂല ഘടകങ്ങളുമാണ് ഇപ്പോൾ തെളിയുന്നത്. സജിത്ത്, യെസ്, കാർത്തിക് സൂചിപ്പിച്ചതാണ് പ്രധാനപ്പെട്ട കാര്യം. രാജ്യം ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്കും നിർദ്ദേശങ്ങളിലേക്കും കടക്കുന്നു എന്നതുകൂടിയാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്ന കാര്യം. ഒന്ന്, പ്രധാനമന്ത്രി ഇന്ധനവില വർധനവ് സംബന്ധിച്ച ചില സൂചനകൾ നൽകുന്നുണ്ട്. അതിനുമപ്പുറം മറ്റു ചില കാര്യങ്ങൾ കൂടി നിയന്ത്രണം വരുന്നുണ്ട്. പ്രത്യേകിച്ച് 10 ഇനങ്ങളിലാണ് പ്രധാനമന്ത്രി ആ നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്നത്. നമ്മുടെ പൊതുഗതാഗത സംവിധാനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന കാര്യമുണ്ട്. അതിൽ മെട്രോ സംവിധാനങ്ങൾ, റെയിൽവേ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നിർദ്ദേശിച്ച മറ്റു ചില കാര്യങ്ങൾ നമ്മുടെ വിപണിയിൽ വലിയ തരത്തിലുള്ള പ്രതിഫലനം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. ഉദാഹരണമായി സ്വർണത്തിൻ്റെ ഉപഭോഗം, സ്വർണം ഇപ്പോൾ വാങ്ങുന്നത് തൽക്കാലം മാറ്റിവെക്കണമെന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ അത് സ്വാഭാവികമായും നമ്മുടെ സ്വർണ്ണ വ്യാപാരികളിലടക്കം വലിയ ആശങ്കയുണ്ടാക്കും. സ്വർണ്ണ വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കും. അത് നമ്മുടെ പൊതുവിപണിയെ വലിയ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട്. വിദേശത്തേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമുണ്ട്. പകരം നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള യാത്രകളായി അത് പ്രോത്സാഹിക്കപ്പെടണം എന്ന ആവശ്യമൊക്കെയുണ്ട്. എന്തായാലും പെട്രോളിൻ്റെ ഉപഭോഗം അടക്കമുള്ള കാര്യങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ചില കടുത്ത തീരുമാനങ്ങളിലേക്ക് രാജ്യം കടക്കുന്നു എന്ന സൂചനയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണ്. ചില പ്രധാന തീരുമാനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. പശ്ചിമേഷ്യയിലേക്ക് പോകുമ്പോൾ പശ്ചിമേഷ്യൻ ആശങ്ക ഒഴിയുന്നില്ല. US-ന്റെ സമാധാന നിർദ്ദേശങ്ങളുള്ള ഇറാന്റെ പ്രതികരണം അംഗീകരിക്കാനാകില്ലെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ. ഇതിന് പിന്നാലെ UAE-യിലും ഖത്തറിലും ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇവ ആകാശത്ത് വെച്ച് തന്നെ തകർത്തു എന്നതാണ് വിവരം. ഇറാനിലെ സൈനിക നടപടികൾ അവസാനിച്ചിട്ടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കിയിട്ടുണ്ട്. ആക്രമണം പുനരാരംഭിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് IRGC-യും വ്യക്തമാക്കി. അജയ് സുധ ബിജു ചേരുന്നു. അജയ്, എന്താണ് സാഹചര്യം? വീണ്ടും സംഘർഷം. നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ ആശങ്കപ്പെടുന്നത് പശ്ചിമേഷ്യയിൽ ഉടനെങ്ങും സമാധാനം ഉണ്ടാവില്ല എന്നതാണ്. അത്തരം റിപ്പോർട്ടുകൾ തന്നെയാണോ നമുക്ക് ലഭ്യമാവുന്നത്?
തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് ലഭിക്കുന്നത്. എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് അമേരിക്കയുടെ നിർദ്ദേശങ്ങളിലുള്ള ഇറാന്റെ മറുപടി തന്നെയായിരുന്നു. ഇപ്പോൾ നിലവിൽ ഇറാൻ അമേരിക്കയിൽ ഇപ്പോൾ കുറച്ച് മറുപടികൾ ഇതിലുള്ള നിർദ്ദേശങ്ങൾ, അതായത് അമേരിക്ക സമർപ്പിച്ച നിർദ്ദേശങ്ങളിലുള്ള ഇറാന്റെ മറുപടികളും അതുപോലെ തന്നെ മറ്റു ചില നിർദ്ദേശങ്ങൾ കൂടി ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ അത് ഒരിക്കലും അംഗീകരിച്ച് നൽകാനാകില്ല എന്നാണ് നിലവിൽ US പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ട്രൂ സോഷ്യൽ വഴിയാണ് ഇക്കാര്യം ലോകത്തിനോട് അറിയിച്ചത്. ഇപ്പോൾ ആ ഒരു സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ ക്രൂഡ് ഓയിൽ വിലയിലും നേരിയ വർധനവുണ്ടായിട്ടുണ്ട്. 3% ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ച് 104.50 ആയിട്ടുണ്ട് ക്രൂഡ് ഓയിൽ വില. തീർച്ചയായിട്ടും ഇറാന്റെ ഒരു ഇപ്പോഴുള്ള മറുപടി എന്ന് പറയുന്നത് അത് തന്നെ ഏതാണ്ട് ഒരാഴ്ചയോളം നീണ്ടു നിന്നതിന് ശേഷമാണ് ഇറാൻ US നിർദ്ദേശങ്ങളിൽ മറുപടി നൽകിയത്. ട്രംപ് അതിനു മുൻപേ ട്രൂ സോഷ്യൽ പറഞ്ഞിരുന്നു US-ന് മുന്നിൽ ഇറാൻ നാടകം കളിക്കുകയാണ് എന്നതുൾപ്പെടെയുള്ള പരാമർശങ്ങൾ ട്രംപ് നടത്തുകയും ചെയ്തിരുന്നു. അതിന് മുൻപേ ഉള്ള ചില ദിവസങ്ങൾ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ ഹോർമുസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. പ്രധാനമായിട്ടും US-ന്റെ 3 യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഇറാൻ വെടിയുതിർക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ട് US ഇറാന്റെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. അതുപോലെ ഇറാനിലുള്ള സൈനിക താവളങ്ങൾക്ക് നേരെയും വെടിയുതിർക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ US-ന്റെ ആ നിർദ്ദേശങ്ങളിലുള്ള മറുപടി ഇറാൻ നൽകിയിട്ടുള്ളത്. എന്തായാലും ഒരു സമവായം നിലവിൽ ഒരു കാര്യത്തിലും ആയിട്ടില്ല. US-ഉം ഇറാനും പരസ്പരം മുഖം തിരിച്ച് തന്നെ നിൽക്കുകയാണ്. ട്രംപിന്റെ ഈ മറുപടി വന്നതിന് പിന്നാലെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഇറാന് നേരെ ആക്രമണങ്ങൾ പുനരാരംഭിക്കുകയാണ് ലക്ഷ്യമെങ്കിൽ കൃത്യമായിട്ടുള്ള തിരിച്ചടി തന്നെ ഇതിന് നൽകും എന്നുള്ളതാണ്. അതായത് ഇതുവരെ കണ്ടുവന്ന രീതിയിലുള്ള തിരിച്ചടിയാകില്ല, വളരെയധികം അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അടി തന്നെ ഇനി ഞങ്ങൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും നൽകും എന്നതാണ് ഇറാൻ ഇപ്പോൾ ഒരു കർശനമായിട്ടുള്ള ഒരു മുന്നറിയിപ്പായിട്ട് പുറപ്പെടുവിക്കുന്നത്. അതുമാത്രമല്ല ഇസ്രായേലും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല എന്ന് നമുക്ക് കാണാനാകും. ലെബനിലുള്ള ആക്രമണം ഇസ്രായേൽ തുടർന്നു വരികയാണ്. അതുമാത്രമല്ല ഇറാന് നേരെയുള്ള സൈനിക നടപടികളും അവസാനിച്ചിട്ടില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത്. തങ്ങളുടെയും US-ന്റെയും മിഷൻ ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഇറാനിൽ ഇപ്പോഴും സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് വലിയ അളവിലുണ്ട്. അതുമാത്രമല്ല ഇറാനിലുള്ള ആണവ കേന്ദ്രങ്ങളും പൂർണ്ണമായിട്ടും നശിച്ചിട്ടില്ല. അപ്പോൾ ഇതിന് എല്ലാം അന്ത്യം കാണുന്നത് വരെയും തങ്ങളുടെ യുദ്ധം തുടരും എന്നാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവും അറിയിക്കുന്നത്. ഇന്നലെ ഇത്തരം പരാമർശങ്ങളൊക്കെ ഉണ്ടായതിന് പിന്നാലെ ചില ഡ്രോൺ ആക്രമണവും പശ്ചിമേഷ്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കുവൈറ്റിൻ്റെയും UAE-യുടെയും ആകാശത്ത് ചില ഡ്രോണുകൾ ഇൻ്റർസെപ്റ്റ് ചെയ്തതായിട്ട് അതാത് പ്രതിരോധ മന്ത്രാലയങ്ങൾ അറിയിച്ചിട്ടുണ്ട്. മറ്റ് നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഒന്നും തന്നെ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ ഡ്രോണുകൾ ഈ US നിർദ്ദേശങ്ങൾ US-ന്റെ നിർദ്ദേശങ്ങളിൽ ഇറാൻ്റെ മറുപടി വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലെ ഈ ഡ്രോൺ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല ഈ ഖത്തർ മറ്റൊരു അറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. അതായത് ഖത്തറിൻ്റെ സമുദ്ര പരിധിക്കകത്ത് ഒരു കണ്ടെയ്നർ ആക്രമിക്കപ്പെട്ടതായിട്ട് അവർക്ക് വിവരം ലഭിച്ചതായിട്ടുള്ള ഒരു സന്ദേശം അവർ പുറപ്പെടുവിക്കുന്നുണ്ട്. എന്തായാലും ഈ കണ്ടെയ്നറിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മേഖലയിൽ ഒരു കടുത്ത ആശങ്ക തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇറാൻ്റെ ഒരു കണ്ടെയ്നർ ഷിപ്പ് ഉൾപ്പെടെ US ആക്രമിക്കുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു കലുഷിതം തന്നെയാണ് പശ്ചിമേഷ്യയിലുള്ള സാഹചര്യം. യെസ്, അതാണ് സാഹചര്യം. ഇതിനിടയിൽ അമേരിക്കയുടെ നിർദ്ദേശങ്ങളിൽ ഇറാന്റെ പ്രതികരണം സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിന് മേലുള്ള പരമാധികാരം പൂർണ്ണമായി അംഗീകരിക്കണം, ഇറാന്റെ മരവിപ്പിച്ച സ്വത്തുകൾ വിട്ടു നൽകണം എന്നടക്കമുള്ള ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഇതിൽ ഇറാന്റെ ആണവ പദ്ധതികൾ നിർത്തിവെക്കുന്ന കാര്യത്തിൽ തീരുമാനം അറിയിച്ചിട്ടുമില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അജയ് തുടരുന്നുണ്ട്. അജയ്, ഇറാന്റെ ഈ നിർദ്ദേശങ്ങളോട് അമേരിക്ക എങ്ങനെ പ്രതികരിക്കുമെന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും അമേരിക്ക നിലവിൽ ട്രംപ് തന്നെ ഈ വാദങ്ങളൊക്കെ തള്ളിക്കളയുകയാണ്. അപ്പോൾ ഹോർമുസ് വിട്ട് കളിക്കുന്നില്ല ഇറാൻ. അതിൻ്റെ പരമാധികാരമാണോ ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇപ്പോഴും ഇറാൻ? തീർച്ചയായിട്ടും ഇപ്പോൾ US-ന് മുന്നിൽ വച്ചിട്ടുള്ള നിർദ്ദേശങ്ങളിൽ ഒട്ടും അംഗീകരിക്കാൻ പറ്റാതെ പോയ ഒരു നിർദ്ദേശം അത് ഈ ഹോർമുസ് വിഷയം തന്നെയാണ് എന്നാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. മറ്റെല്ലാ വിഷയങ്ങളിലും ഏറെക്കുറെ പരിഹാരമായ കാര്യങ്ങളാണ് എന്ന് നമുക്ക് കാണാനാകും. ഈ ആണവ വിഷയത്തിൽ ഇറാൻ നിലവിൽ പ്രതികരിച്ചിട്ടുമില്ല. ഇപ്പോൾ ഇറാൻ്റെ നിർദ്ദേശങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 4 പോയിന്റ്സ് ആണ് അതിൽ പറയുന്നത്. അതായത് US-ന്റെ നിർദ്ദേശങ്ങളിലുള്ള മറുപടിയായിട്ടാണ് ഇറാൻ തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള
ഈ പുതിയ നിർദ്ദേശങ്ങൾ അമേരിക്കയ്ക്ക് മുന്നിൽ വച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും ആദ്യത്തേതും ഇറാൻ ഏറ്റവും പ്രാധാന്യത്തോടെ ഊന്നൽ നൽകുന്നതുമായിട്ടുള്ള വിഷയം ഹോർമുസ് കടലിടുക്കിന്റെ പരമാധികാരം തന്നെയാണ്. ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ ഒരു പരമാധികാര മേഖലയായി കണക്കാക്കണം എന്നതാണ് ഇറാന്റെ പുതിയ ആവശ്യം. നമുക്കറിയാം, ഹോർമുസ് കടലിടുക്ക് ഒരു അന്താരാഷ്ട്ര കപ്പൽ പാതയായിരുന്നു. ഇതിനു മുൻപേ വരെ ദിവസം 100 കപ്പലുകൾക്ക് മുകളിൽ വരെ മേഖലയിലൂടെ സഞ്ചാരം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഹോർമുസ് കടലിടുക്കിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളുമായി ഇറാൻ മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാനാകും. ഈ ഹോർമുസ് കടലിടുക്ക് അത് ഇറാനെ സംബന്ധിച്ചും വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലയാണ്. അമേരിക്ക ഉൾപ്പെടെ അവരുടെ എതിർ കക്ഷികൾ ഇവിടെ സ്വാധീനം ഉറപ്പിച്ചാൽ ഇറാന്റെ വ്യാപാരം ഉൾപ്പെടെ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. US-ന്റെ നിലവിൽ ഹോർമുസ് കടലിടുക്കിലുള്ള ഉപരോധം കാരണം തന്നെ ഇറാൻ വലിയ നഷ്ടം നേരിടുന്നുണ്ടെന്ന് നമുക്ക് കാണാനാകും. അപ്പോൾ ഈ ഹോർമുസ് കടലിടുക്കിന്റെ പരമാധികാരം അത് ഇറാൻ വലിയൊരു വിഷയമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാത്രമല്ല, ഇറാന്റെ മരവിപ്പിച്ച എല്ലാ സ്വത്തുവകകളും വിട്ടു നൽകണം എന്നൊരാവശ്യം കൂടി ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നു. ഈ രണ്ടാമത്തെ വിഷയം നോക്കുകയാണെങ്കിൽ അത് അമേരിക്ക ഏറെക്കുറെ അംഗീകരിച്ച കാര്യമാണ്. കാരണം മുൻപ് ആദ്യം നടന്ന ചർച്ചയിൽ അമേരിക്ക ഇറാന് ഉറപ്പ് നൽകിയതാണ്, ഇറാൻ ഒരു കരാറിൽ ഏർപ്പെടുകയാണെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് ഈ മരവിപ്പിച്ച സ്വത്തുക്കൾ ഇറാന് റിലീസ് ചെയ്യാം എന്ന് US ഉറപ്പ് നൽകിയതാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ വിഷയം വലിയ ചർച്ചാ വിഷയമല്ല എന്ന് നമുക്ക് കാണാനാകും. പിന്നെ ലെബനിലേതുൾപ്പെടെ എല്ലാവിധ ആക്രമണങ്ങളും നിർത്തിവെക്കണം എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നിർദ്ദേശം അത് US-ന് അത്രത്തോളം യോജിക്കാവുന്ന കാര്യമല്ല. കാരണം US പറയുന്നത് ഇറാനും US-നും ഇടയിലുള്ള യുദ്ധം മാത്രമാണ് നിലവിലെ ചർച്ചാ വിഷയം, അല്ലാതെ ഇസ്രായേലോ മറ്റ് സഖ്യകക്ഷികളോ ഈ ഒരു കരാറിന്റെ ഭാഗമല്ല. അതുകൊണ്ട് ഇസ്രായേലിനോട് ഇത്തരമൊരു കാര്യം അമേരിക്കയ്ക്ക് ആവശ്യപ്പെടാനാകില്ല എന്നാണ് നിലവിൽ US വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇതും ചെറിയൊരു തർക്ക വിഷയമാണെന്ന് നമുക്ക് കാണാനാകും. ലെബനിൽ ഇപ്പോഴും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ആക്രമണങ്ങൾ തുടരുകയും ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, യുദ്ധത്തിൽ ഇറാന് സംഭവിച്ചിട്ടുള്ള എല്ലാ നാശനഷ്ടങ്ങൾക്കുമുള്ള നഷ്ടപരിഹാരം നൽകണം എന്നുള്ള ഒരു ആവശ്യം കൂടി ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതും US പരിഗണിക്കാം എന്നാണ് ആദ്യഘട്ടത്തിലെ ചർച്ചകൾ നടന്നപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആണവ വിഷയം US-ന്റെ നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇറാൻ അവരുടെ ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോകരുത്, എല്ലാവിധ ആക്ടിവിറ്റീസും അവസാനിപ്പിക്കണം, സമ്പുഷ്ടീകരിച്ച യുറേനിയം US-ന് കൈമാറണം എന്നുള്ളത്. പക്ഷേ ഇക്കാര്യത്തിൽ ഇറാൻ യാതൊരുവിധ പ്രതികരണവും നടത്തിയിട്ടില്ല. ഇത് മെൻഷൻ ചെയ്യാതെയാണ് ഇറാൻ തങ്ങളുടെ പുതിയ നിർദ്ദേശങ്ങൾ അമേരിക്കയ്ക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തന്നെയാണ് ട്രംപ് ഇപ്പോൾ നിലവിൽ പ്രതികരണം നടത്തിയിട്ടുള്ളത്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ. തീർച്ചയായിട്ടും ഈ ഹോർമുസ് കടലിടുക്കിന്റെ വിഷയവും അതുപോലെ തന്നെ ആണവ പദ്ധതികളും അത് US-നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കൺസേൺ ഉള്ള കാര്യമാണ്. ഈ ആണവ വിഷയങ്ങളിൽ ഇസ്രായേലിൻ്റേത് കൂടിയുള്ള ഒരു താല്പര്യമുണ്ട്. അപ്പോൾ അതും കൂടി US-ന് പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. യെസ്, അതാണ് സാഹചര്യം. ഇതിനിടയിൽ മറ്റൊരു നീക്കം കൂടിയുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാഴാഴ്ച അദ്ദേഹം ചൈനയിലേക്ക് പോവുകയാണ്. അദ്ദേഹം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ബീജിംഗിലെ ടെമ്പിൾ ഓഫ് ഹെവൻ സന്ദർശിക്കും. അന്ന് തന്നെ ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയും നടക്കും. ഇറാനും റഷ്യയ്ക്കും ചൈന നൽകുന്ന പിന്തുണയടക്കമുള്ള കാര്യങ്ങളും ഈ വിഷയമാവാനാണ് സാധ്യത. അജയ്, അമേരിക്കൻ പ്രസിഡന്റ് ചൈന സന്ദർശനത്തിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. ലോകരാജ്യങ്ങളൊക്കെ ഒരുപക്ഷെ ഏറെ ഗൗരവത്തോടെ വീക്ഷിക്കുന്ന കാര്യം കൂടിയാണ്. ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പശ്ചിമേഷ്യൻ വിഷയത്തിലടക്കം ചൈനയുടെ നിലപാടുകളിൽ എന്തെങ്കിലും മാറ്റം പ്രതീക്ഷിക്കണോ? എന്താണ് ട്രംപിൻ്റെ യാത്രാ ഉദ്ദേശം? സജിത്ത്, ഈ ചൈനയിലേക്കുള്ള യാത്ര അത് നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു. കഴിഞ്ഞ വർഷം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ചൈനീസ് സന്ദർശനം അത് ട്രംപ് പിന്നീട് മാറ്റിവെക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പിന്നീട് രണ്ടാമതായി നിശ്ചയിച്ച തീയതി പ്രകാരമാണ് ഇപ്പോൾ ഈ 14, 15 തീയതികളിൽ അദ്ദേഹം ചൈനീസ് സന്ദർശനം തീരുമാനിച്ചിട്ടുള്ളത്. ഈ 13-ാം തീയതിയാണ് അദ്ദേഹം ചൈനയിലേക്ക് യാത്ര തിരിക്കുന്നത്. ഈ ചൈനീസ് സന്ദർശനം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഇറാനുമായിട്ടുള്ള സംഘർഷങ്ങളിൽ ഒരു പരിഹാരം കാണാൻ ട്രംപ് വളരെയധികം ശ്രമിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇറാൻ്റെ ഒരു മറുപടി അത് ട്രംപ് ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ ഇറാൻ്റെ മറുപടി അത് അംഗീകരിക്കാനാകാതെ ഇപ്പോൾ US തള്ളിയിട്ടുണ്ട്. ഇപ്പോൾ ചൈനയുടെ നിലപാട് നോക്കുകയാണെങ്കിൽ ചൈന ആദ്യം മുതൽ തന്നെ ഇറാനെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യമാണ്. ഇറാൻ്റെ ഭാഗത്ത് ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ചൈനയുടെ പൂർണ്ണ പിന്തുണ ഇറാന് വാഗ്ദാനം ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ അത്തരം വിഷയങ്ങൾ
വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളിൽ, ഈ പശ്ചിമേഷ്യയിലുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ട് ചൈനയുടെ നിലപാട് ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആ വിഷയത്തിൽ തീർച്ചയായിട്ടും ചർച്ച നടക്കാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ 14-ാം തീയതി അദ്ദേഹം ചൈനീസ് സന്ദർശനം തുടങ്ങുന്ന ആദ്യത്തെ ദിവസം തന്നെയാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങുമായിട്ടുള്ള കൂടിക്കാഴ്ച. നിരവധി വിഷയങ്ങൾ ചർച്ചയാകും എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഏറ്റവും പ്രധാനം അമേരിക്കയുടെയും ചൈനയുടെയും ഒരു വ്യാപാരം തന്നെയാണ്. ഈ വ്യാപാര യുദ്ധം, ഇരു രാജ്യങ്ങളും തമ്മിൽ ഏറ്റവും വലിയ രീതിയിൽ വ്യാപാര യുദ്ധം നിലനിന്നിരുന്നതാണ്. അതായത് ട്രംപ് ചൈനയ്ക്ക് മേൽ തീരുവ പ്രഖ്യാപിക്കുമ്പോൾ ചൈന പകരച്ചുങ്കം അതിനേക്കാൾ വലിയ രീതിയിൽ ചുമത്തിയിരുന്നു. അപ്പോൾ ഇപ്പോൾ നിലവിലൊരു സമവായത്തിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ വ്യാപാര വിഷയങ്ങളിൽ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തായ്വാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഘർഷങ്ങൾ, US തായ്വാന് നൽകുന്ന പിന്തുണ അത് പിൻവലിക്കണമെന്ന് ചൈന ആവശ്യപ്പെടാൻ ഉള്ള സാധ്യതകളുണ്ട്. അപ്പോൾ തായ്വാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ അത് ചർച്ചയാകും. അതുപോലെ പ്രധാനമാണ് പശ്ചിമേഷ്യയിലുള്ള യുദ്ധ സാഹചര്യം. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങൾ, ചൈനയുമായിട്ട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഈ രണ്ട് വിഷയങ്ങൾക്ക് ശേഷം മൂന്നാമതായിട്ടാണ് ഈ യുദ്ധ വിഷയം ചർച്ചയാകാനുള്ള സാഹചര്യമുള്ളത്. ഈ ചൈനയുടെ നിലപാട് ഉൾപ്പെടെ അത് കൂടുതൽ കടുപ്പിക്കരുത് എന്ന് ട്രംപ് ആവശ്യപ്പെടാൻ സാഹചര്യമുണ്ട്. അതുമാത്രമല്ല, ചൈനയും ഇപ്പോൾ റഷ്യയ്ക്ക് സമാനമായി തന്നെ US-നും അതുപോലെ ഇറാനും ഇടയിൽ ഒരു മധ്യസ്ഥനായിട്ട് നിൽക്കാമെന്നുള്ള ഒരു വാഗ്ദാനം പുറപ്പെടുവിക്കാൻ സാധ്യതയുണ്ട്. റഷ്യ പറഞ്ഞിരുന്നത് ഇറാനിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് റഷ്യയിലേക്ക് കൊണ്ടുപോയി പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാണ് എന്നൊരു നിർദ്ദേശം റഷ്യ മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ അതിന് സമാനമായിട്ടുള്ളൊരു നിർദ്ദേശം ചൈനയും പുറപ്പെടുവിക്കാൻ സാധ്യതയുണ്ട്. ഒരു പരിഹാരമായിട്ടുള്ള ഒരു മധ്യസ്ഥൻ്റെ റോള് അവർ ഏറ്റെടുക്കാൻ സാഹചര്യമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, പുതിയ AI ടെക്നോളജി അതുപോലെ തന്നെ മറ്റ് സാങ്കേതിക വിദ്യകൾ, ഇതിനെ സംബന്ധിച്ചുള്ള കരാറുകൾക്കോ അല്ലെങ്കിൽ മറ്റ് ചിപ്പുകളുടെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി, റെയർ എർത്ത് എലമെൻറ്റ്സ്, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വ്യാപാരം, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയാകാനുള്ള ഒരു സാധ്യതയുണ്ട്. മെയ് 15-ാം തീയതിയാണ് ട്രംപിന് ചൈനീസ് ആചാരപ്രകാരമുള്ള പ്രത്യേക സ്വീകരണവും അതുപോലെ തന്നെ വിരുന്നും അതെല്ലാം ഒരുക്കിയിട്ടുള്ളത്. അന്ന് തന്നെയാണ് അദ്ദേഹം ടെമ്പിൾ ഓഫ് ഹെവനും സന്ദർശിക്കുക. അതിനുശേഷം 15-ാം തീയതി രാത്രിയോടെയായിരിക്കും US-ലേക്ക് തിരിച്ച് മടക്കയാത്ര നിശ്ചയിച്ചിട്ടുള്ളത്. എന്തായാലും ഡൊണാൾഡ് ട്രംപ് ചൈന സന്ദർശിക്കുമ്പോൾ രാഷ്ട്രീയ പ്രാധാന്യമേറെയാണ്. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ചയിൽ ഉയർന്നു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇടവേളയാണ്, മടങ്ങിയത്. Real time, on the go, India chooses Network 18. Commanding a whopping 80% of social audience, we don't just define the category, we are the category. And when news breaks, India logs into Network 18 every single time. Network 18. SIR നടപ്പിലാക്കിയതുകൊണ്ടാണ് കേരളത്തിൽ കോൺഗ്രസിന് മികച്ച വിജയമുണ്ടായതെന്ന് ശശി തരൂർ MP. വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പിന്റെ ഗുണഫലം നേടിയിരുന്നത് ഇതുവരെ CPM ആണ്. മുൻകാല തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇതുപയോഗിച്ച് CPM നേട്ടമുണ്ടാക്കി. CPMന്റെ കനത്ത പരാജയത്തിന് കാരണം SIR കാരണമാണെന്നും തരൂർ പറയുന്നു. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ തോൽവിക്കിടവെച്ചതും SIR ആണ്. 91 ലക്ഷം പേരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. അതിൽ 34 ലക്ഷം ജീവനുള്ള ആളുകൾ തന്നെയായിരുന്നു. അവർ അപ്പീൽ നൽകുകയും ചെയ്തു. പക്ഷേ അവരുടെ അപ്പീൽ പരിഗണിക്കുന്നതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇന്നുവരെ ഏകദേശം 31 അല്ലെങ്കിൽ 32 ലക്ഷം നിയമാനുസൃത വോട്ടർമാരാണെന്ന് പിന്നീട് സ്ഥിരമായി കണ്ടെത്തപ്പെടാനും സാധ്യതയുണ്ട്. എന്നാൽ ഈ പരിശോധന നടക്കുന്നതിനിടയിലാണ് അവർക്ക് ഈ അവസരം നഷ്ടപ്പെട്ടതെന്നും അദ്ദേഹം നിലപാടെടുത്തു. അമേരിക്കയിൽ നടന്ന ഒരു സെമിനാറിനിടയിലായിരുന്നു ശശി തരൂരിൻ്റെ ഈ വാക്ക്.
Look at the Bengal case. 91 lakh names were struck off the rolls. Of those, 34 lakh living human beings have appealed, saying that they are around and they are legitimately entitled to vote. The rules have required each case to be adjudicated individually, so only a few hundred were adjudicated before the vote. To this day, there are some 32 lakh people who might be found to have been legitimate voters in the remaining years while the adjudication carries on, but they have missed their chance to vote. And the BJP won Bengal by a margin of 30 lakh votes. Now you tell me, is that entirely fair and democratic? This is the question that I ask. It's honestly, I have no problem with deleting spurious, deleted, absent, migrated voters. And particularly in Kerala, I suspect the Congress benefited from the deletions because the CPM was long a past master of double enrollment, triple enrollment, quadruple enrollment, the same people in 4 different booths and so on. That used to happen. And so they were eliminated by the SIR. And as you said, in Kerala and Tamil Nadu, there were very few appeals. ഇനി നമ്മൾ ബംഗാളിലെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ഭരണമാറ്റം ബംഗാളിലെ പശ്ചിമ ബംഗാളിലെ BJPയുടെ നേട്ടം അത് അവരെ സംബന്ധിച്ചുണ്ടാക്കുന്നത് ഒരു വലിയ സാധ്യത കൂടിയാണ്. അപ്പോൾ ഈ ഭരണമാറ്റത്തിന് പിന്നാലെ കൂടുതൽ സംഘപരിവാർ അനുകൂല തീരുമാനങ്ങൾ എടുക്കാൻ പശ്ചിമ ബംഗാളിലെ BJP സർക്കാർ തയ്യാറെടുക്കുന്നു എന്നതാണ് സൂചന. അതിലൊന്ന് പശുക്കടത്ത് തടയുന്നതിൽ പുതിയ കർശനമായ ചില നിർദ്ദേശങ്ങൾ കൊണ്ടുവരിക എന്നതാണ്. ഇതിൻ്റെ ഭാഗമായി ഇന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് പ്രത്യേക യോഗം നടത്തും. സംസ്ഥാനത്ത് അനധികൃതമായി കന്നുകാലിക്കടത്ത് നടത്താതിരിക്കാൻ കർശന പരിശോധന നടത്തണം. നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ ഉടൻ നിയമ നടപടി സ്വീകരിക്കണം. നിയമാനുസൃത ലൈസൻസുള്ള കന്നുകാലി മാർക്കറ്റുകൾ മാത്രമേ പ്രവർത്തിക്കാൻ അനുവദിക്കുകയുള്ളൂ. അനധികൃത കന്നുകാലി മാർക്കറ്റുകൾ ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ അടച്ചുപൂട്ടണം എന്നടക്കമുള്ള പുതിയ നിർദ്ദേശങ്ങളാണ് ഉണ്ടാവുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള നീക്കങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇന്ന് തന്നെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി BJP ഓഫീസിൽ ഇത് സംബന്ധിച്ച ഒരു യോഗം ചേരുകയും ചെയ്യുന്നുണ്ട്. ആദ്യ മന്ത്രിസഭാ യോഗം ചേർന്ന് മന്ത്രിമാരുടെ ചുമതലകൾ വിതരണം ചെയ്യുകയും പിന്നീട് കളക്ടർമാരുമായും മുതിർന്ന IAS ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയൊക്കെ ഇന്ന് നടക്കാനുമുള്ള സാധ്യതയുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളിലേക്ക് പശ്ചിമ ബംഗാൾ സർക്കാർ കടക്കുകയാണ്. ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പശ്ചിമ ബംഗാളിലെ തോൽവിയെ തുടർന്ന് തൃണമൂൽ കോൺഗ്രസിലെ ഭിന്നത രൂക്ഷമാവുകയാണ്. മമതാ ബാനർജിക്കും അനന്തരവൻ അഭിഷേക് ബാനർജിക്കുമെതിരെയാണ് പടയൊരുക്കം നടക്കുന്നത്. പാർട്ടി വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം തൃണമൂൽ കോൺഗ്രസ് 3 വക്താക്കളെ 6 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. TMC വക്താവ് റിജു ദത്ത മുൻകാലങ്ങളിൽ നടത്തിയ അധിക്ഷേപകരമായ പരാമർശങ്ങൾക്ക് മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയോടും മറ്റ് BJP നേതാക്കളോടും ക്ഷമാപണം നടത്തുകയും ചെയ്യുന്നു. ഒരേ സമയം ബംഗാളിലെ രാഷ്ട്രീയ തോൽവിക്കെതിരെ മമതാ ബാനർജി രാഷ്ട്രീയമായും നിയമപരമായും കേന്ദ്ര സർക്കാരിനും BJPക്കെതിരെയും പോരടിക്കാൻ നീക്കം നടക്കുമ്പോഴാണ് സ്വന്തം പാളയത്തിൽ തന്നെ ഇത്തരമൊരു വെല്ലുവിളി അവർക്ക് നേരിടേണ്ടി വരുന്നു എന്ന സാഹചര്യം കൂടിയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെ പുറത്തെത്തിക്കാമെന്നും വിമത നീക്കങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് BJP ക്യാമ്പും. അപ്പോൾ അസാധാരണമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. 2 സാഹചര്യങ്ങളാണ്. ഇതുവരെ പറയാത്ത കാര്യങ്ങൾ ഭരണം നഷ്ടപ്പോൾ തുറന്നു പറയുന്ന നേതാക്കൾ, മറ്റൊന്ന് അഭിഷേക് ബാനർജിയിലേക്ക് കേന്ദ്രീകരിച്ച് മമതാ ബാനർജി നടത്തുന്ന നീക്കങ്ങൾ. ഇതൊക്കെയാണ് മറ്റു നേതാക്കളെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഹിമന്ത ബിശ്വ ശർമ്മ അസം മുഖ്യമന്ത്രിയായി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്നലെ ഗുവാഹത്തിയിൽ ചേർന്ന BJP പാർലമെന്ററി പാർട്ടി യോഗം ഹിമന്ത ബിശ്വ ശർമ്മയെ നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രിയോടൊപ്പം 102 MLA-മാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഒരു ഇടവേള കൂടി മടങ്ങി വരാം. Real time, on the go. India chooses Network 18. Commanding a whopping 80% of social audience. We don't just define the category, we are the category. And when news breaks, India logs into Network 18.
every single time. Net സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആരാവും? ഈ ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് രാഷ്ട്രീയ കേരളം. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പക്ഷേ കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഇതുവരെയും പിടിതരുന്നില്ല, വ്യക്തത തരുന്നില്ല, കാത്തിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സംസ്ഥാനത്തെ നേതാക്കൾ പറയുന്നത്. എന്തായാലും കാത്തിരിക്കുകയാണ്. കേരള മുഖ്യമന്ത്രിയെ കണ്ടെത്തുന്നതിൽ അനിശ്ചിതത്വം ഇങ്ങനെ തുടരുകയാണ്. സംസ്ഥാന കോൺഗ്രസിലെ പോരടങ്ങിയ ശേഷം ഈ പ്രഖ്യാപനം മതിയെന്ന് ഹൈക്കമാൻഡിൽ ധാരണയുണ്ട്. അതുകൊണ്ടാണ് തീരുമാനം വൈകുന്നതെന്നാണ് സൂചന. അച്ചടക്ക ലംഘനം നടത്തുന്നുണ്ടോ എന്നറിയാൻ സൂക്ഷ്മ നിരീക്ഷണം ഹൈക്കമാൻഡ് നടത്തുകയാണ്. മത്സരത്തിൽ നിന്ന് പിൻവാങ്ങാൻ തയ്യാറല്ലെന്ന നിലപാടിലാണ് മൂന്ന് നേതാക്കളും. ആർ കിരൺ ബാബു, ഒപ്പം ഡാൻ കുര്യൻ ഉണ്ട്. ആർ കിരൺ ബാബു ഡൽഹിയിലാണുള്ളത്. കിരൺ, ഡൽഹിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ആ ഒരു വാർത്താക്കുറിപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രസ്താവനയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കോൺഗ്രസ്സുകാർ മാത്രമല്ല, ഈ കേരള ജനത മുഴുവനും. പക്ഷേ കാത്തിരിപ്പ് ഇങ്ങനെ നീണ്ടു പോവുകയാണ്. ഇന്നൊരു വ്യക്തത നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ, അതോ ഇനിയും നീണ്ടു നിൽക്കാനാണോ സാധ്യത? സൈത്ത്, അങ്ങനെ ഇന്നൊരു വ്യക്തത എന്ന് പ്രതീക്ഷിക്കാൻ അതിനപ്പുറത്തേക്ക് അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പ് ഏതെങ്കിലും ഹൈക്കമാൻഡ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് നമുക്കോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കൾക്കോ ഒന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതീക്ഷിക്കാനുള്ള റീസൺ രണ്ടാണ്. തീരുമാനം വരെ ഒന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇതിനെതിരെ പരസ്യമായി രംഗത്ത് വന്നു. അതോടൊപ്പം തന്നെ ഈ ചെന്നൈയിലെ സത്യപ്രതിജ്ഞ കഴിഞ്ഞോടുകൂടി ദേശീയ മാധ്യമങ്ങളൊക്കെ ഇന്നലെ വൈകുന്നേരം മുതൽ കേരളത്തിലെ തർക്കത്തെക്കുറിച്ച് വാർത്തകൾ നൽകി തുടങ്ങി. സ്വാഭാവികമായും ഇന്നൊക്കെ കൂടുതൽ വാർത്തകൾ അതേ സംബന്ധിച്ച് വരും. അത് കോൺഗ്രസിന് ദേശീയ തലത്തിൽ നാണക്കേടൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് കാരണത്താൽ, പ്രധാനമന്ത്രിയുടെ വിമർശനവും ദേശീയ മാധ്യമങ്ങളുടെ വാർത്തയും ഒക്കെ കാരണം ചിലപ്പോൾ അവർ ഇച്ചിരി വേഗത്തിലാക്കിയാൽ ഇത് മാത്രമാണ് ആകെ ഒരു പ്രതീക്ഷയായി നിൽക്കുന്നത്. അല്ലെങ്കിൽ സ്വാഭാവികമായും നാളേക്ക് നീളാൻ തന്നെയാണ് സാധ്യത കൂടുതലുള്ളത്. കാരണം ഇന്ന് വൈകുന്നേരത്തോടു കൂടി മാത്രമേ മല്ലികാർജ്ജുൻ ഖർഗെ തിരിച്ച് ഡൽഹിയിലെത്തുകയുള്ളൂ. അദ്ദേഹം തിരിച്ച് ഡൽഹിയിലെത്തിയ ശേഷമാവും അക്കാര്യത്തിലൊരു ചർച്ചകൾ നടക്കുക. ഇതിനിടയിൽ സോണിയാഗാന്ധിയുടെ മുന്നിൽ വിഷയം എത്തിയിട്ടുണ്ട്. സോണിയാഗാന്ധി വിഷയത്തിൽ പരിശോധിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ഒരു പൊതുസ്ഥിതിയും കേരളത്തിൽ എങ്ങനെയാവണം എന്നുള്ളതൊക്കെ സോണിയാഗാന്ധി എ.കെ. ആന്റണിയുമായി ബന്ധപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എന്താണ് കേരളത്തിൻ്റെ സ്ഥിതി, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഏത് നിലയിൽ പോകുന്നതാണ് നല്ലതെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തേടാനുള്ള സാധ്യതയുണ്ട്. മറ്റ് ചില പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടൊക്കെ ചിലപ്പോൾ സോണിയാഗാന്ധി അഭിപ്രായങ്ങൾ തേടാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഇനിയിപ്പോൾ ഘടകകക്ഷികളുമായി ഏതെങ്കിലും തരത്തിലൊരു ചർച്ചയോ അല്ലെങ്കിൽ അവരുടെ നിലപാടോ അതൊന്നും ഇല്ല എന്നുള്ളത് ഹൈക്കമാൻഡ് കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മൂന്ന് നേതാക്കളുമായും ഇനി അങ്ങനെ ഒരു ചർച്ചയില്ല. ഈ തീരുമാനമെടുത്തിട്ട് മൂന്ന് നേതാക്കളെ അറിയിക്കും. അതിനപ്പുറത്തേക്ക് അത് തീരുമാനം പ്രഖ്യാപിച്ച ശേഷമാണോ മുമ്പാണോ എന്ന കാര്യത്തിൽ പോലും ഉറപ്പൊന്നുമില്ല. അത് അറിയിക്കും എന്നുള്ളത് മാത്രമാണുള്ളത്. അതിൽ തീരുമാനം എപ്പോഴുണ്ടാവും എന്നതിൽ നമുക്ക് ഇപ്പോഴൊരു വ്യക്തത പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. എന്തായാലും നാളെയെങ്കിലും ഈ പ്രഖ്യാപനം ഉണ്ടാവും. ഇല്ലാതെ 23-ാം തീയതി വരെ ദിവസമുണ്ട്. അതുകൊണ്ട് ഇനിയും വൈകിപ്പോട്ടെ, അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം തീരുമാനം ആയി കഴിഞ്ഞാൽ പിന്നീട് 1-2 ദിവസം നാളെ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് നിലവിൽ നമ്മുടെ ഒരു പ്രതീക്ഷ. കിരൺ, ഒരു കാര്യം കൂടി കിരൺ, മുമ്പൊക്കെ 2 പേരെങ്കിലുമാണ് മുഖ്യമന്ത്രി ആരെ എന്ന സാധ്യതകളിലേക്ക് വരുന്നത്. ഇപ്പോൾ 3 പേരുണ്ട്. അതിലൊരാൾ KCCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി കൂടിയാണ്. അതായത് ഇവരുമായിക്കുള്ള വലിയ അടുത്ത ബന്ധമുള്ള ആളാണ്. അപ്പോൾ തീരുമാനമെടുക്കുക അവരെ സംബന്ധിച്ച് കുഴയ്ക്കുന്ന ഒരു വിഷയമാവും. കിരൺ സൂചിപ്പിച്ചതുപോലെ A.K. ആന്റണി ഒരു പേര് നിർദ്ദേശിക്കാനുള്ള സാധ്യത എത്രമാത്രമുണ്ട്, ഒപ്പം A.K. ആന്റണിയുടെ അഭിപ്രായം തേടാനുള്ള സാധ്യത ഏറി വരുന്നു എന്ന് വേണം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ, അല്ലേ? സജിത്തെ, ഇപ്പോൾ ഈ വിഷയം സാധാരണഗതിയിൽ സോണിയാഗാന്ധിയുടെ ഒരു രീതി, സോണിയാഗാന്ധിയെ നേരിട്ട് മുന്നിൽ വരാത്ത വിഷയങ്ങളിൽ അഭിപ്രായം പറയുകയും അങ്ങനെ അദ്ദേഹത്തിന് എന്തെങ്കിലും ഇന്ന് ചെയ്യണം എന്ന് പറയുന്നതല്ല. കോൺഗ്രസിൻ്റെ അധ്യക്ഷനും രാഹുൽ ഗാന്ധിയും ചേർന്ന് തീരുമാനിക്കുക എന്നുള്ളതാണ് സോണിയാഗാന്ധി. അധിഷ്ഠാനം ഒഴിഞ്ഞ ശേഷമുള്ള പൂർണ്ണമായ അവരുടെ ലൈൻ അങ്ങനെ തന്നെയാണ്. ഏതെങ്കിലും വിഷയത്തിൽ ഇനി അവർ ഒരു അഭിപ്രായം തേടുന്നു സോണിയാഗാന്ധിയോട്, അങ്ങനെയാണെങ്കിൽ മാത്രം അതിൽ അഭിപ്രായം പറയുക എന്നുള്ളതാണ്. ഇതേ ഒരു രീതി തന്നെയാണ് A.K. ആന്റണി. A.K. ആന്റണി ഒരു കാരണവശാലും ഇപ്പോഴും നല്ല നേരത്തെ ഒന്നും കേരളത്തിൻ്റെ വിഷയത്തിൽ A.K. ആന്റണിയുടെ അഭിപ്രായം ചോദിക്കാതെ കേരളത്തിൽ ഇന്ന ആൾ വെക്കുന്നത് നല്ലതായിരിക്കുമെന്ന് പാർട്ടിയെ മുൻകൂട്ടി അറിയിക്കുക, അങ്ങനെ ഒരു രീതി അദ്ദേഹത്തിനുമില്ല. സോണിയാഗാന്ധിയുടെ മുന്നിൽ വിഷയം എത്തിയിട്ടുണ്ട്. വിഷയം എത്തിയപ്പോൾ സ്വാഭാവികമായും സോണിയാഗാന്ധി കേരളത്തെ സംബന്ധിച്ച ഒരു തീരുമാനങ്ങൾക്ക് എല്ലാ കാലത്തും ആശ്രയിക്കുന്ന ആൾ അത് A.K. ആന്റണിയാണ്. A.K. ആന്റണി കോൺഗ്രസിൻ്റെ താല്പര്യം നോക്കി മറുപടി പറയും എന്നൊരു പ്രതീക്ഷയുണ്ട്. ആരെങ്കിലും ഇതിൽ 3 പേർക്കും A.K. ആന്റണിയെ സ്വാധീനിക്കാനൊന്നും കഴിയില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഇവരെ സ്വാധീനിക്കാൻ 3 പേരും ശ്രമിക്കുകയുമില്ല എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. എന്തായാലും അങ്ങനെ ഒരു A.K. ആന്റണിയുടെ അഭിപ്രായം തേടാൻ വഴിയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ആന്റണി ഒരു അഭിപ്രായം സോണിയാഗാന്ധിയോട് പറയും. പിന്നീട് സോണിയാഗാന്ധി അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും
അവരുടെ കൂടി ഒരു വിലയിരുത്തലുണ്ടല്ലോ. കോൺഗ്രസിൻ്റെ ഭാവിക്ക് ഏതായിരിക്കും നല്ലത്, മുന്നണിയുടെ ഭാവിക്ക് ഏതായിരിക്കും നല്ലത്, മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ കിട്ടിയൊരു വലിയ പ്രതിച്ഛായൊക്കെ ഉണ്ട്. ആ പ്രതിച്ഛായ നഷ്ടപ്പെടാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിൽ ആര് വരുന്നതായിരിക്കും നല്ലത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വരും. അപ്പോൾ അതെല്ലാം കണക്കാക്കിക്കൊണ്ടായിരിക്കും ഒരു തീരുമാനം സോണിയാഗാന്ധി എടുക്കുക. അങ്ങനെയാണെങ്കിൽ ആ തീരുമാനം സോണിയാഗാന്ധിയുടെ അഭിപ്രായമായി അറിയിക്കും. ആ അഭിപ്രായം വന്നു കഴിഞ്ഞാൽ പിന്നീട് അതിനെ മറികടന്നുകൊണ്ട് മറ്റൊരു തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇപ്പോഴും നിർണായകമായിരിക്കുന്നത് സോണിയാഗാന്ധി വിഷയത്തിൽ ഒരു തീരുമാനം പറയുമെങ്കിൽ അത് ആരുടെ പേര് പറയും എന്നുള്ളതാണ്. അല്ലാതെ ഈ ഇപ്പോൾ ചില ഇതൊക്കെ പറയുന്നത് പോലെ കേരളത്തിൽ 2 കൊല്ലം ഒരാൾ മുഖ്യമന്ത്രി ആയിരിക്കട്ടെ, 2 കൊല്ലം കഴിഞ്ഞ് ടേം അവസ്ഥ, അങ്ങനെ ഒരു ഉറപ്പൊന്നും കോൺഗ്രസ് ഇത്രയും കാലം ഒരു നേതാവിന് നൽകിയിട്ടില്ല. നേതാക്കളോടൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ മാറി നിൽക്കൂ, നിങ്ങൾക്ക് ഉചിതമായ സമയത്ത് നിങ്ങൾക്ക് അവസരം തരും, നിങ്ങളുടെ കാര്യം ഞങ്ങൾ പരിഗണിക്കുക, അത് ഉചിതമായ സമയത്ത് പരിഗണിക്കും എന്നുള്ളതാണ്. അത് സച്ചിൻ പൈലറ്റിനോടായാലും DK ശിവകുമാറിനോടായാലും എല്ലാം അതിനപ്പുറത്തേക്ക് ഇന്ന ആളിനെ 2 കൊല്ലം കഴിഞ്ഞ് മാറ്റി മറ്റേ ആളെ മുഖ്യമന്ത്രിയാക്കാം, അങ്ങനെ ഒരു രീതി കോൺഗ്രസിനില്ല, അത് അവർ ചെയ്യുകയുമില്ല. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനങ്ങൾക്ക് തുടർച്ചയായി പുതിയ KPCC അധ്യക്ഷൻ്റെ പ്രഖ്യാപനം അടക്കം ഉണ്ടാകുമെന്നും കൂടിയാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ പ്രഖ്യാപനത്തിനൊപ്പം അതുകൂടി ഉണ്ടാകും. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതാണ് ഈ പുതിയ KPCC അധ്യക്ഷൻ്റെ പ്രഖ്യാപനം. സണ്ണി ജോസഫ് മന്ത്രിസഭയിലെത്തിയാൽ പകരം ആര് വരുമെന്ന ചോദ്യം, സാധ്യതകൾ എങ്ങനെയാണ്? മുതിർന്ന നേതാവ് എന്ന നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് തന്നെ KPCCയുടെ നിലവിലെ അധ്യക്ഷനായ സണ്ണി ജോസഫിന് ഈ മന്ത്രിസഭയിൽ UDF മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് പകരം അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരെ പരിഗണിക്കണം എന്ന ചർച്ചകൾ കൂടി കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ സജീവമായിരിക്കുന്നത്. സാമുദായിക സമവാക്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടായിരുന്നു K. സുധാകരന്റെ പകരക്കാരായി സണ്ണി ജോസഫിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിച്ചത്. പക്ഷേ പിന്നീട് ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. നിലവിൽ സണ്ണി ജോസഫിനെ മാറ്റിയാൽ പകരം ഒരു ക്രൈസ്തവ മുഖം ആ പദവിയിലേക്ക് എത്തുമോ, അതോ ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് ഒരാൾ, അതോ ഈഴവ സമുദായത്തിൽ നിന്ന് ഒരാൾ, അങ്ങനെ പല പേരുകൾ ചർച്ചകളിൽ നിറയുന്നുണ്ട്. പിന്നാക്ക സമുദായത്തിൽ നിന്ന് വേണമെന്ന അഭിപ്രായം ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ നേതാക്കളും പ്രതീക്ഷയിലാണ്. അവിടെയാണ് ബെന്നി ബെഹനാനും ആന്റണി, അതോടൊപ്പം കൊടിക്കുന്നിൽ സുരേഷ്, ഈ 3 പേരുകളാണ് പ്രധാനമായി ചർച്ചകളിൽ നിറയുന്നത്. അതേസമയം ഷാഫി പറമ്പിലിനെ അധ്യക്ഷനാക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗവും രംഗത്തുണ്ട്. ഇതിൽ വിശദമായ ചർച്ചകൾക്ക് ശേഷമേ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. അതോടൊപ്പം ഈ ജയിച്ചു വന്ന MLA-മാരായ DCC ഭാരവാഹികളുണ്ട്, DCC അധ്യക്ഷന്മാരടക്കമുള്ളവരുമുണ്ട്. അവരെയും മാറ്റുന്ന തരത്തിലേക്കായിരിക്കും ചർച്ച. അതായത് മന്ത്രിമാരാകുന്ന KPCC ഭാരവാഹികളെ അടക്കം മാറ്റി ഒരു ഇരട്ട പദവി വേണ്ട എന്നൊരു നിലയിലേക്ക് തീരുമാനം എത്താനാണ് സാധ്യത. കാരണം സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കാതെ പോയ ഒരുപാട് നേതാക്കന്മാരുണ്ട്. അവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. പാർട്ടി അധികാരത്തിലെത്തിയാൽ കൃത്യമായ പരിഗണന നൽകുമെന്ന ഉറപ്പ് നേരത്തെ തന്നെ KC വേണുഗോപാലും അതോടൊപ്പം തന്നെ മറ്റ് ദേശീയ നേതാക്കളും അസംതൃപ്തരായ നേതാക്കൾക്ക് നൽകിയതാണ്. അതുകൊണ്ട് അവരെയെല്ലാം പരിഗണിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഒറ്റ പദവി എന്ന ഒരു തീരുമാനത്തിലേക്ക് ദേശീയ നേതൃത്വം എത്തുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ച മന്ത്രിമാരെ കൂടി തെരഞ്ഞെടുത്തതിന് ശേഷം, കോൺഗ്രസ് മന്ത്രിമാരെ കൂടി തെരഞ്ഞെടുത്തതിന് ശേഷം KPCC അധ്യക്ഷ പദവിയിലേക്കുള്ള പ്രഖ്യാപനവും ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. യെസ്, അതാണ് സാഹചര്യം. തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ MLA-മാരുടെ സത്യപ്രതിജ്ഞ തമിഴ്നാട് നിയമസഭയിൽ നടക്കുകയാണ്. നാളെയാണ് വിശ്വാസ വോട്ട് തേടുക. സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. डॉक्टर को अरुणराज। சட்டமன்ற பேரவையின் உறுப்பினராக தேர்ந்தெடுக்கப்பெற்ற அருண்ராஜ் எனும் நான் சட்ட முறைப்படி நிறுவப்பெற்றுள்ள இந்திய அரசமைப்பு சட்டத்தில் உண்மையான நம்பிக்கையும் பற்றுறுதியும் கொண்டிருப்பேன் என்றும் இந்திய நாட்டின் இறையாண்மையையும் ஒருமைப்பாட்டையும் நிலைநிறுத்துவேன் என்றும் நான் மேற்கொள்ள இருக்கும் கடமையை நேர்மையுடன் நிறைவேற்றுவேன் என்றும் கடவுள் அறிய உறுதி கூறுகிறேன். പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഏറെയും പുതുമുഖങ്ങളാണ് MLA-മാരെന്ന പ്രത്യേകതയുണ്ട്. കാരണം TVK എന്ന കക്ഷി ഏറെ പുതുമുഖങ്ങളെയാണ്, ഒപ്പം തന്നെ പതിവ് രാഷ്ട്രീയക്കാരെ ഒന്നുമല്ല MLA-മാരെ ജനപ്രതിനിധികളായി നിശ്ചയിച്ച് മത്സരിപ്പിച്ചത്. അവരൊക്കെ ജയിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പുതുമുഖങ്ങളുടെ ഒരു വലിയ
കൂട്ടം തന്നെ ഇത്തവണ നിയമസഭയിലുണ്ട് എന്ന പ്രത്യേകതയുണ്ട്. അല്പസമയം മുമ്പാണ് വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. എന്തായാലും ഏറെ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള നിയമസഭയിൽ ഇത്തവണ പുതുമുഖങ്ങൾക്ക് ഏറെയുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ നിയമസഭാ നടപടികൾക്കും ആ പ്രത്യേകതകളുണ്ടാവും. ഒരു വശത്ത് മുഖ്യമന്ത്രിയായി വിജയ്, മറുവശത്ത് ഉദയനിധി സ്റ്റാലിൻ പ്രതിപക്ഷ നേതാവ്. വിജയ് അല്പസമയം മുമ്പാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. மாண்புமிகு முதலமைச்சர் அவர்கள் பெரம்பூர் தொகுதி. சட்டமன்ற பேரவையின் உறுப்பினராக தேர்ந்தெடுக்கப்பட்ட சி. ஜோசப் விஜய் எனும் நான் சட்ட முறைப்படி நிறுவப்பெற்றுள்ள இந்திய அரசமைப்பு சட்டத்தில் உண்மையான நம்பிக்கையும் பற்றுறுதியும் கொண்டிருப்பேன் என்றும் இந்திய நாட்டின் இறையாண்மையையும் ஒருமைப்பாட்டையும் நிலைநிறுத்துவேன் என்றும் நான் மேற்கொள்ள இருக்கும் கடமையை நேர்மையுடன் நிறைவேற்றுவேன் என்றும் உளமாற உறுதி கூறுகிறேன். യെസ്, വിജയുടെ സത്യപ്രതിജ്ഞയാണ്. നിയമസഭാംഗമായാണ് അദ്ദേഹം സത്യവാചകം ചൊല്ലി നിയമസഭയിൽ സ്പീക്കർക്ക് മുമ്പാകെ, പ്രോട്ടൈം സ്പീക്കർക്ക് മുമ്പേ അദ്ദേഹം നിയമസഭാംഗമായി ചുമതലയേറ്റെടുക്കുകയാണ്. എന്തായാലും നമ്മൾ കാത്തിരിക്കുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. തമിഴ്നാട്ടിലൊക്കെ ഏറെ ഭരണഘടനാ പ്രതിസന്ധി പോലും ഉണ്ടായിടത്തും തീരുമാനമുണ്ടായി കഴിഞ്ഞു. പക്ഷേ കേരളത്തിൽ വൻപൻ ഭൂരിപക്ഷം കിട്ടിയെടുത്ത് ഇതുവരെയും മുഖ്യമന്ത്രി സ്ഥാനത്തിൽ തീരുമാനമുണ്ടാവുന്നില്ല. ഒരുപക്ഷേ മുഖ്യമന്ത്രിക്ക് മുമ്പ് പ്രതിപക്ഷ നേതാവിനെ പ്രഖ്യാപിച്ചാലും അത്ഭുതമില്ല എന്നതാണ് സാഹചര്യം. നിലവിൽ ആരാവും പ്രതിപക്ഷ നേതാവെന്ന ചോദ്യത്തിന് CPM കേന്ദ്രങ്ങൾ നൽകുന്ന സാധ്യതയും സൂചനകളും പിണറായി വിജയൻ എന്ന പേരിന് തന്നെയാണ്. ഡൽഹിയിൽ തുടരുന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പിണറായിയെ തന്നെ നിർദ്ദേശിക്കാനാണ് സാധ്യത. പിണറായി സന്നദ്ധനായില്ലെങ്കിൽ KN ബാലഗോപാലിനെ പരിഗണിച്ചേക്കും എന്നതാണ് സാഹചര്യം. BVR അരുൺ വളരെ വ്യക്തമാണ്. അതായത് മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ്റെ പേര് തന്നെ മുന്നോട്ട് വയ്ക്കും, ഇല്ലെങ്കിൽ മറ്റൊരു ചോയ്സ്. ഇത് തന്നെയാണോ സാധ്യത? അങ്ങനെയെങ്കിൽ ഇക്കാര്യത്തിൽ പിണറായി വിജയൻ എടുക്കാൻ പോകുന്ന നിലപാടാണ് നിർണായകം, അങ്ങനെ മനസ്സിലാക്കാം അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് സാധ്യത. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായിരിക്കും. ഇന്ന് പൊളിറ്റ് ബ്യൂറോ യോഗം അവസാനിക്കും. ആ പൊളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഇന്ന് അതിൽ ഒരു ധാരണയുണ്ടാകും. ഇന്നലെ ജനറൽ സെക്രട്ടറി MA ബേബി തന്നെ അക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ആരാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവെന്ന് പൊളിറ്റ് ബ്യൂറോയിൽ ധാരണയുണ്ടാകും. പക്ഷേ പ്രഖ്യാപനം ഇന്നുണ്ടാകണമെന്നില്ല. കാരണം നാളെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. മറ്റന്നാളും അതിനടുത്ത ദിവസവും 2 ദിവസങ്ങളിലായി സംസ്ഥാന കമ്മിറ്റിയും ചേരുന്നുണ്ട്. ആ യോഗങ്ങളിലാകും അന്തിമ തീരുമാനമുണ്ടാവുക. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കേന്ദ്ര നേതൃത്വത്തിൻ്റെ പൊളിറ്റ് ബ്യൂറോയുടെ നിർദ്ദേശമായി പിണറായി വിജയൻ്റെ പേര് വരും. അദ്ദേഹം അതിനെ എതിർത്താൽ മറ്റു പേരുകളിലേക്ക് പോകും. എതിർക്കാനുള്ള സാധ്യത വിരളമാണ്. കാരണം പാർട്ടി വളരെ വലിയ പ്രതിസന്ധികളിൽ നിന്നപ്പോൾ പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോയി 2 തവണ അധികാരത്തിലെത്തിച്ചു എന്ന വലിയ നേട്ടം അവകാശപ്പെടാൻ കഴിയുന്ന നേതാവാണ് പിണറായി വിജയൻ. അങ്ങനെയുള്ള പിണറായി പാർട്ടിയും മുന്നണിയും ഇത്ര വലിയ പ്രതിസന്ധി നിൽക്കുമ്പോൾ എല്ലാം അവസാനിപ്പിച്ച് അതിൻ്റെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുമെന്ന് ആരും കരുതുന്നില്ല. ഈ വെല്ലുവിളി കൂടി ഏറ്റെടുത്ത് ഒരുപക്ഷേ 5 വർഷവും പിണറായി പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഉണ്ടാകില്ല. പകരം ഒരു ചെറിയ കാലയളവിലേക്ക് 2 വർഷമെങ്കിലും ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് പാർട്ടിയും മുന്നണിയും ശക്തിപ്പെടുത്താനാകും പിണറായി തീരുമാനമെടുക്കുക എന്ന് കരുതുന്നവരാണ് ഏറെയും. കാരണം പിണറായി കൂടി മാറി നിന്നാൽ പ്രതിപക്ഷ നിര തീർത്തും ദുർബലമാകും. പിണറായിക്ക് പകരക്കാരനെ തേടേണ്ടി വന്നാൽ മാത്രമേ KN ബാലഗോപാൽ എന്ന കേന്ദ്ര കമ്മിറ്റി അംഗത്തിലേക്ക് CPMന്റെ ചർച്ചയും അന്വേഷണവും പോകൂ. പിണറായി വരുന്നതിനോട് ഘടകകക്ഷികൾക്ക് പലർക്കും യോജിപ്പില്ല. ഈ ജനവിധി പിണറായിക്കെതിരായ നെഗറ്റീവ് വോട്ട് കൂടിയാണെന്ന അഭിപ്രായം CPIയിലെ പല നേതാക്കൾക്കുമുണ്ട്. ചർച്ചകളിൽ അങ്ങനെ അഭിപ്രായം ഉയർന്നു വന്നു. പക്ഷേ CPIക്കോ മറ്റു ഘടകകക്ഷികൾക്കോ പരസ്യമായ അഭിപ്രായം പറയാവുന്നൊരു കാര്യമല്ല ഇത്. CPM ആണ് പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കേണ്ടത്. അങ്ങനെ വന്നാൽ അത് പിണറായി എതിർത്ത് പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹം തന്നെ പ്രതിപക്ഷ നേതാവാകും. ഇന്ന് ധാരണയും 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപനവും ഉണ്ടായേക്കും. യെസ്, അതാണ്. അങ്ങനെയെങ്കിൽ പിണറായി വിജയൻ സംസ്ഥാനത്ത് പ്രതിപക്ഷ നേതാവ് വരും.
അധികാരം നഷ്ടപ്പെട്ട പിണറായി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമെന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് തേടുന്നത്. അങ്ങനെയെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു പുതുമുഖ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനും സവിശേഷമായ ഒരു പോർമുഖമായിരിക്കും ഒരുപക്ഷെ നമ്മുടെ നിയമസഭകളിലും മറ്റും ഉണ്ടാവാൻ പോകുന്നത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനെതിരെ ഫ്ലെക്സ് ബോർഡുകൾ. കഴക്കൂട്ടം മണ്ഡലത്തിലെ കുളത്തൂരിലാണ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ പാർട്ടിയാണ് വേണ്ടതെന്നും വ്യക്തികളല്ലെന്നുമാണ് ഫ്ലെക്സിൽ സൂചിപ്പിക്കുന്നത്. ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം ശ്യാം കുളത്തൂരിന്റെ ചിത്രവും ഈ ഫ്ലെക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോഴിക്കോട് മുരിയാട് തടിമില്ലിൽ തീപിടുത്തമുണ്ടായി. രാത്രി 9:30 തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത്. അവധിയും രാത്രി സമയവുമായതിനാൽ മറ്റ് ആളപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ വലിയ നാശനഷ്ടങ്ങളുണ്ടായെന്നാണ് റിപ്പോർട്ട്. അങ്കമാലി പാറക്കടവിലെ ബെഡ് ഗോഡൌണിൽ തീപിടുത്തമുണ്ടായി. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു അപകടമുണ്ടായത്. അങ്കമാലി, ചാലക്കുടി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർ യൂണിറ്റുകൾ തീയണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. തീപിടുത്തത്തിന് കാരണം വ്യക്തമായി. നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? തീപിടുത്തം നിയന്ത്രണ വിധേയമാണോ? സജിത്, എന്തായാലും തീ നിയന്ത്രണ വിധേയമാണെന്നാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയായിരുന്നു ഈ തീപിടുത്തം കണ്ടത്. റോഡിലൂടെ രാവിലെ നടക്കാൻ പോയവരാണ് ഈ ബെഡ് ഗോഡൌണിന് സമീപത്തായി വലിയ രീതിയിൽ തീയും പുകയും ഉയരുന്നത് കണ്ടത്. ഉടനെ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. അങ്കമാലി, ചാലക്കുടി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീ അണച്ചു. എന്തായാലും തീ നിയന്ത്രണ വിധേയമാണെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. ഈ അങ്കമാലി പാറക്കടവിലാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത്. ബെഡിന്റെ ഒരു ഗോഡൌൺ ആണ്, ബെഡുകളുടെ ഒരു ഗോഡൌൺ ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീ പിടിക്കാനുള്ള ഒരു സാധ്യതയും തീ ആളിപ്പടരാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. എന്തായാലും കട അടച്ചിട്ടിരിക്കുകയായിരുന്നു. പുലർച്ചെയായിരുന്നു സംഭവം നടന്നതുകൊണ്ട് ആളപായമൊന്നുമില്ല. കട തുറക്കുന്നതിന് മുൻപാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. എന്തായാലും ഫയർഫോഴ്സ് അവിടെ എത്തി തീ നിയന്ത്രണ വിധേയവുമാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ തീ പിടിച്ചതെന്ന് ഉള്ളൊരു കാരണം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്കമാലി പാറക്കടവിലാണ് ഇത്രയും വലിയൊരു തീപിടുത്തം ഉണ്ടായത്. പുലർച്ചെയാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. രാവിലെ നടക്കാൻ പോയവരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ഈ വലിയ രീതിയിലുള്ള തീയും പുകയും. ഫയർഫോഴ്സ് എത്തി. ഫയർഫോഴ്സ് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത്. സജിത്ത്, അങ്കമാലി പാറക്കടവിലാണ് തീപിടുത്തം, ബെഡ് ഗോഡൌണിലാണ് തീപിടുത്തം. അതുകൊണ്ട് തന്നെ പടർന്നു പിടിക്കാൻ ഏറെ സാധ്യതയുള്ള വസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെ തീ പെട്ടെന്ന് പടർന്നു പിടിക്കുകയായിരുന്നു. തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണെന്നാണ് റിപ്പോർട്ടുകൾ. അങ്കമാലി, ചാലക്കുടി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമാണ്. യുവാവ് സഞ്ചരിച്ച സ്കൂട്ടറിനുള്ളിൽ പാമ്പ്. കിലോമീറ്ററുകളോളം യാത്ര ചെയ്തിട്ടും യുവാവ് കടിയേൽക്കാതെ രക്ഷപ്പെട്ടു. പുറമേരി സ്വദേശി അൽഫസാണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. പുറമേരിയിലെ വീട്ടിൽ നിന്നും ചാലപ്പുറത്തെ ബന്ധുവീട്ടിൽ പോയി തിരികെ വരുമ്പോഴാണ് പാമ്പിനെ കണ്ടത്. നാദാപുരം ഫയർ പോലീസ് സ്റ്റേഷന് സമീപം വെച്ച് കയ്യിലേക്ക് എന്തോ ഇഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതായി തോന്നിയപ്പോഴാണ് ശ്രദ്ധയിൽപ്പെടുന്നത്. സ്കൂട്ടറിൻ്റെ ഹാൻഡിലിൻ്റെ ഭാഗത്താണ് പാമ്പിനെ കണ്ടത്. തുടർന്ന് വർക്ക്ഷോപ്പ് ജീവനക്കാരുടെ സഹായത്തോടെ പാമ്പിനെ പുറത്തെടുക്കും. ഒൻപത് മണി വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് ട്രെൻഡ്സ് കാണാം. KP അഭിലാഷ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.